അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പരക്കെ പല സുഹൃത്തുക്കൾക്കുമുള്ളൊരു സംശയമാണ്, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ നമസ്കാരത്തിന് സമയമായാൽ നമസ്കരിച്ച് വിമാനത്തിൽ വെച്ച് നമ്മൾ യാത്രക്കാരൻ്റെതായ ഇളവുകൾ സ്വീകരിച്ച് നമസ്കരിക്കുന്നു. ഇനി ആ വിമാനയാത്ര അവസാനിക്കുമ്പോൾ വിമാനയാത്രയിൽ നമ്മൾ നമസ്കരിച്ച നിസ്കാരം മടക്കി നമസ്കരിക്കണം. കാരണം ഖിബില എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഖിബില തെറ്റി നമസ്കരിക്കുന്ന നമസ്കാരം ഖലായാക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമസ്കാരത്തിൻ്റെ സമയത്തിൻ്റെ ഹുർമത്ത് മാനിച്ചുകൊണ്ടുള്ളൊരു നിസ്കാരം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ നിസ്കാരം പൂർണ്ണമല്ല. അതുകൊണ്ട് വിമാനയാത്ര കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരിപൂർണമായി പിന്നെയും മടക്കി നമസ്കരിക്കണമെന്ന് പലപ്പോഴും പലരും വ്യാഖ്യാനിക്കുന്നതും പറയുന്നതും കാണാൻ കഴിയും. ഈ വിഷയത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി, പ്രത്യേകിച്ച് ലജനത്തു ദാഇമ ഈ വിഷയത്തിൽ നൽകിയ മറുപടി ഇപ്രകാരമാണ്: യജൂസുൽ ഇൻസാനി അയുസ്വല്ലി അലാ മത്നി ത്വഇറ, വിമാനത്തിൽ വെച്ച് നമസ്കരിക്കൽ അനുവദനീയമാണ്. ലിഉമൂമി അദില്ല വുജൂബി അദാഇ സ്വലാ ഇദാ ദഖല വഖ്തുഹ, കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമയമായാൽ ആ സമയത്ത് തന്നെ നമസ്കരിക്കണം എന്നുള്ളതാണ്. വലാ ഫർഖു ഫീ ദാലിക ബൈന മൻ ഖാന ഫിൽ ബർരി വൽ ജവ്വി വൽ ബഹർ, കടലിലാവട്ടെ അന്തരീക്ഷത്തിലാവട്ടെ അഥവാ വിമാനത്തിലാവട്ടെ, കടലിലോ കരയിലോ വിമാനത്തിലോ അന്തരീക്ഷത്തിലോ വായുവിലോ എവിടെ വെച്ചാണെങ്കിലും, അഥവാ ബഹിരാകാശത്ത് വെച്ചാണെങ്കിലും കടൽ വെച്ചാണെങ്കിലും ഭൂമിയിൽ വെച്ചാണെങ്കിലും നിസ്കാരമായാൽ അവിടെ വ്യത്യാസമില്ല. എവിടെ വെച്ചാണെങ്കിലും നിസ്കാരമായാൽ സമയമായാൽ നിസ്കരിക്കണം. വയസ്തഖ്ബിലുൽ ഖിബ്ലത മഅംകനഹു വഇദാ ഹസല ഇൻഹിറാഫുൻ മിന ത്വഇറ അനിൽ ഖിബ്ലതി ഫി അസ്നാഇ സ്വലാ ഇസ്തമറ ഫി സ്വലാത്തിഹി മുസ്തഖ്ബിലൽ ഖിബ്ല മഅംകന. ഈ രണ്ടാമത്തെ പ്രശ്നം, ഇങ്ങനെ ഖിബ്ല തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കഴിവതും ഖിബ്ലക്ക് നേരെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി കിബിലക്ക് നേരെ നിൽക്കാൻ പറ്റാതെ വിമാനം സഞ്ചരിച്ച് വഴിമാറി സഞ്ചരിക്കുന്ന പക്ഷം വലഹറജ അലാ ഫിദാലിക്, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ലിഉമൂമി അദില്ല യുസ്രി ശരീഅ, കാരണം ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമം എന്ന് പറയുന്നത് എളുപ്പമാണ്, സങ്കീർണമല്ല. വമിൻഹ ഖൗലുഹു തആല, എന്നിട്ട് അവർ തെളിവ് കൊടുക്കുന്നത്, ലജനത്ത് ദാഇമയുടെ പണ്ഡിതന്മാർ തെളിവ് കൊടുക്കുന്നത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, കഴിവിൽപ്പെട്ടതല്ലാതെ അല്ലാഹു കൽപ്പിക്കുന്നില്ല എന്നാണ്. അപ്പോൾ കിബില തെറ്റിപ്പോകുന്നു എന്ന കാരണത്താൽ യാത്രയിൽ, പ്രത്യേകിച്ച് വിമാനയാത്രയിൽ നിസ്കരിച്ച ആളുകൾ പിന്നെ മടക്കി നിസ്കരിക്കണമെന്ന് പറയുന്ന വാദം ശരിയല്ല. വിമാനയാത്രയിൽ നമസ്കാര സമയമായാൽ അപ്പോൾ നമസ്കരിക്കുന്ന നമസ്കാരം തന്നെ മതി, പിന്നെ മടക്കി നമസ്കരിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. യാത്രക്കാരന് ജംഉം കസ്റുമായി നമസ്കരിക്കാം, വെള്ളമില്ലാത്ത പക്ഷം തൈമം ചെയ്ത് നമസ്കരിക്കാം. ഇതൊക്കെയാണ് യാത്രക്കാരന് പ്രധാനപ്പെട്ട ഇളവുകൾ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.